പലരും ആഗ്രഹിക്കുന്നതാണ് തടി മെലിയാനായിട്ട്. അതിന് അവർ ഏതറ്റം വരെയും പോകും. അതായത് പട്ടിണി കിടക്കും, ഹാർഡ് വർക്ക് ആയിട്ട് ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട്സ് ചെയ്യും. പക്ഷെ ഞാൻ പറയുന്നത് ഇതൊന്നുമല്ല അതിൻ്റെ റൈറ്റ് പാത്വേ. ഇപ്പം എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് വരികയാണെങ്കിൽ ഞാൻ പറയും ആദ്യം തന്നെ നിങ്ങൾ സ്ലീപ്പ് കറക്റ്റ് ചെയ്യുന്നുള്ളത്. സ്ലീപ്പ് കറക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ സ്ലീപ്പ് ഒരു റെഗുലറായിട്ട് അല്ലെങ്കിൽ ഒരു നമ്മൾ ക്വാളിറ്റി ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ സ്ട്രെസ് ഹോർമോൺ കൂടും. അതായത് കോർട്ടിസോൾ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ റിപ്പയർ ഒന്നും പ്രോപ്പറായിട്ട് നടക്കില്ല. പിന്നെ വേറെ ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഗ്ലൂക്കോസ് മെറ്റബോളിസം കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. ഗ്ലൂക്കോസ് മെറ്റബോളിസം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു മസിൽ സ്ട്രെങ്തണിങ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും റിപ്പയർ ഒന്നും പ്രോപ്പർ ആവില്ല. അതേപോലെ തന്നെ നമ്മളെ ബ്രെയിനിൽ എഫക്റ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, കോൺസെൻട്രേഷനിൽ ഇഷ്യൂസ് ഉണ്ടാവും. അതേപോലെ നമ്മളെ ബ്രെയിനിലെ കെമിക്കൽസ് എല്ലാം കുറയുകയും ചെയ്യും. അപ്പോൾ വേറെ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ നമ്മളെ ഹോർമോണിൽ ഇംബാലൻസ് വരിക, അതേപോലെ ഇൻഫ്ലമേഷൻ കൂടുക, എന്നിങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ശരിക്കും തടി കുറയാനായിട്ടാണെങ്കിൽ ആദ്യം നമ്മൾ സ്ലീപ്പ് റെഗുലറാക്കി ക്വാളിറ്റി സ്ലീപ്പാക്കി മാറ്റുക. പിന്നെ അതിൻ്റെ കൂടെ ബാലൻസ്ഡ് ഫുഡ്, ഒരിക്കലും സ്കിപ്പല്ല, ബാലൻസ്ഡ് ഫുഡ്, അതിൻ്റെ കൂടെ തന്നെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ എക്സസൈസും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെലിയാനായിട്ട് കഴിയും.